എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മഴതോരും മുൻപേ ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ആ രഹസ്യം രോഹിത്തിനെ അറിയിക്കും. രോഹിത്തോ അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുവാണ്. അപ്പോൾ തൻ്റെ അമ്മയായ വൈജയെ പറ്റിയുള്ള ആ രഹസ്യം വൈകാതെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ രോഹിത്തിനോട് അറിയിച്ചിരിക്കുന്നു. വളരെയധികം വിഷമത്തോടു കൂടിയാണ് രോഹിത് ഇതൊക്കെ കേട്ടു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രംഗമായ എപ്പിസോഡാണ്. അലീനയെ കാണാൻ വേണ്ടി ബാലചന്ദ്രൻ കുളത്തുപുഴയിലേക്ക് വന്ന വൈജയന്തി നല്ല രീതിയിൽ ബാലചന്ദ്രനെ ശകാരിക്കുന്നുണ്ട്. കടയിലേക്കെന്ന് പറഞ്ഞു പോയ ആള് ആ കടയിൽ 10 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ബാലചന്ദ്രൻ എങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിയണമായിരുന്നു വൈജയന്തിക്ക്. ഇതിനുള്ള മറുപടി എന്തായാലും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഞാനൊന്ന് കുളത്തുപുഴ വരെ പോയതാണ്. കുളത്തുപുഴയിൽ എന്തിനു പോയി എന്ന ചോദ്യത്തിന് രോഹിത്താണ് മറുപടി നൽകിയത്. രോഹിത് പറയുവാണ്, അലീന ചേച്ചിയെയാണ് കാണാൻ പോയതെന്ന് അച്ഛൻ എന്താ അമ്മയോട് തുറന്ന് പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അത്രയും കേട്ടപ്പോൾ തന്നെ വൈജയന്തിയുടെ ദേഷ്യം അങ്ങോട്ട് കൂടുക തന്നെ ചെയ്തു. അതിനുശേഷം വൈജയന്തി ബാലചന്ദ്രനെയും അലീനയും കൂട്ടിച്ചേർത്ത് പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്രൻ ആ ദേഷ്യത്തിൽ കഥകളുടെ കെട്ടഴിക്കാൻ തുടങ്ങി. അതേസമയം തന്നെ വൈജയന്തി ബാലചന്ദ്രനോട് വെല്ലുവിളിക്കുവാണ്. അലീനയും ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മക്കളുടെ മുന്നിൽ വെച്ച് തന്നെ പറയണമെന്ന് വൈജ വാശി പിടിച്ചു. ആ സമയം ബാലചന്ദ്രന്റെ നിയന്ത്രണം. എന്നാൽ ബാലചന്ദ്രൻ ഒന്നും തന്നെ മിണ്ടാതെ ശാന്തനായി തന്നെ തന്റെ മുറിയിലേക്ക് പോയി. എന്നാൽ അലീന താമസിക്കുന്ന ആ അഡ്രസ്സും ആ സ്ഥലവും പരമാവധി വെളിപ്പെടുത്താതിരിക്കാൻ ബാലചന്ദ്രൻ നോക്കിയിരുന്നു. ഇത് കണ്ട ബബിതയും കൃഷ്ണമോളും രോഹിത്തിന് സംശയം തോന്നുവാണ്. അച്ഛൻ ഇതുവരെയായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ അലീന ചേച്ചി എവിടെയാണെന്നുള്ള കാര്യം. ഇന്ന് രാത്രി തന്നെ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് രോഹിത് കയറി ചെന്നു. അച്ഛൻ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അതെന്താണെന്നുള്ളത് വെളിപ്പെടുത്തണമെന്ന് രോഹിത് വാശി പിടിച്ചു. അതോ കാര്യങ്ങൾ അമ്മ പറയുന്നത് പോലെയാണോ, അതോ അതിനപ്പുറത്ത് എന്തെങ്കിലും സത്യങ്ങളുണ്ടോ? അച്ഛനമ്മായി 3 കാര്യങ്ങളായിരുന്നു രോഹിത്തിനെ അറിയേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ അലീന ചേച്ചി താമസിക്കുന്ന സ്ഥലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാത്തത്. എന്തുകൊണ്ടാണ് അലീന ചേച്ചിയുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് തരാത്തത്? അച്ഛൻ എന്തുകൊണ്ടാണ് അമ്മ തിരിച്ചു വന്നിട്ടും അമ്മയുടെ മുറിയിലേക്ക് പോകാത്തത്? അച്ഛൻ മുകളിലത്തെ മുറിയിൽ തന്നെ താമസിക്കുന്നത് എന്താ? എന്നാൽ രോഹിത് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി ബാലചന്ദ്രൻ പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ ഇനി പഴയതുപോലുള്ള ഒരു ജീവിത രീതി സാധ്യമല്ല. കാരണത്താലാണ് ഞാൻ താഴേക്ക് വരാത്തത്. സമയം രോഹിത് ഒരു ഞെട്ടലോട് കൂടി തന്നെ ചോദിക്കുവാണ്, ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇനി ചേച്ചിയുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അതേസമയം ബാലചന്ദ്രൻ പറയുവാണ്, തീർച്ചയായിട്ടും ഉണ്ട്. അതെന്താണെന്ന് അച്ഛൻ എന്നോട് പറയാൻ സാധിക്കുമോ? പറയാം. ബാലചന്ദ്രൻ എന്നിട്ട് രോഹിത്തിനോട് പറയുക, ഞാൻ നിന്നെ വിശ്വസിച്ചു കൊണ്ടാണ് ഈ രഹസ്യം നിന്നോട് പറയുന്നത്. നീയെങ്കിലും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാ ഞാനത് പറയുന്നത്. എന്റെ മനസ്സിൽ നിന്ന് അതൊരിക്കലും പുറത്തു പോകരുത്. ഉറപ്പ് നീ എനിക്ക് തരണം. സമയം തന്നെ അച്ഛന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് രോഹിത്തിന് ഒരു ടെൻഷൻ തോന്നി തുടങ്ങി. സംസാരിച്ചു തുടങ്ങിയപ്പോ ബാലചന്ദ്രന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. എനിക്ക് ആ രഹസ്യം പറയുവാൻ നീ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഞാൻ എന്റെ മകനോടാണല്ലോ ആ കാര്യം പറയാൻ പോകുന്നത്. എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട് മോനെ. അച്ഛൻ എത്ര വിഷമമാണെങ്കിൽ അത് പറയണ്ട എന്നതുപോലെ തന്നെ വളരെയധികം വിഷമകരമാണ് പറയാതിരിക്കുന്നത്. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്, നിനക്കതറിയാമല്ലോ. എന്റെ ഗ്യാരണ്ടി തീർന്നു മോനെ. പെട്ടെന്ന് എനിക്കൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കാര്യം ആരും അറിയാതെ പോകരുത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അച്ഛൻ എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? എന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല രോഹിത്തെ. ഇതിനെക്കുറിച്ചും വൈജയന്തിയെക്കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛൻ ധൈര്യമായിട്ട് തന്നെ പറഞ്ഞോളൂ. ഞാൻ അച്ഛന് തന്ന വാക്ക് പാലിക്കും. സമയത്തും ബാലചന്ദ്രൻ മുഖമൊന്നുയർത്തി രോഹിത്തിനെ ഒന്ന് നോക്കി. എന്നിട്ട് പറയുകയാണ്, നിനക്കറിയാമായിരിക്കും എന്റെ അച്ഛനും അമ്മയും കൊല്ലപ്പള്ളി ഇടയ്ക്കൽ മാളിക വീട്ടിൽ ആശ്രിതരായി. നിന്റെ അമ്മ ഇടയ്ക്കെന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. അത് നീ കേൾക്കാറുമുണ്ടല്ലോ. ആ കാലത്ത് എനിക്കൊരു മോഹമുണ്ടായി, വൈജയന്തിയെ വിവാഹം കഴിക്കണമെന്ന്. ഞാനിന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അക്കാലത്ത് എന്നെ പോലുള്ള ഒരാൾക്ക് അത് വെറും അതിമോഹമായിരുന്നു. അഹങ്കാരമാണെന്നും പറയാം. ചെറിയ പ്രായമല്ലേ, ബുദ്ധിയും ബോധവും ഒന്നും വികസിച്ചിട്ടില്ല. എന്തായിരുന്നാലും ഞാൻ ഇഷ്ടം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അച്ഛൻ അവിടത്തെ ജോലി ഉപേക്ഷിച്ചു. ഉള്ളതൊക്കെ വിറ്റുപെറുക്കി കുടുംബസമേതം ഞങ്ങൾക്ക് സ്ഥലം വിടേണ്ടി വന്നു. കഴിഞ്ഞിട്ടാണ് ഞാൻ ഗൾഫിൽ പോയതും പൈസ ഉണ്ടാക്കിയതുമെല്ലാം. കേട്ട് രോഹിത് നോക്കുവാണ്. എന്നാൽ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ പഴയ വാശി മനസ്സിൽ വെച്ച് വിവാഹം കഴിക്കാൻ ആലോചിച്ചു.
ഒരു ബ്രോക്കറായിരുന്നു സഹായത്തിനുണ്ടായിരുന്നത്. എന്നാൽ ആദ്യം കുറച്ച് എതിർപ്പുകൾ പ്രകടിപ്പിച്ചുവെങ്കിലും അതിനുശേഷം വൈജയന്തിയുടെ അച്ഛനും അമ്മയും ആങ്ങളമാരും സമ്മതം മൂളി. വൈജയന്തിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അത് പിൻകാലത്താണ് ഞാനതറിയുന്നത്. എന്നാൽ കൊല്ലപ്പള്ളിയിലെ ശിവേട്ടനും നീലഗിരിയിലെ ഗംഗേട്ടനും ഞങ്ങളുടെ കല്യാണം അങ്ങ് നടത്തി. രോഹിത്ത് ആശ്ചര്യത്തോടു കൂടി തന്നെ കേട്ടുകൊണ്ടേയിരുന്നു. നീ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടായിരിക്കും, അച്ഛനീ പറയുന്നതും അലീനയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. ഇതിലേക്കാണ് ഞാൻ വരുന്നത്. മുമ്പ് ഞാനും നിന്റെ അമ്മയും വിവാഹം കഴിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് മനസ്സിലായ അച്ഛാ, അലീന ഇവിടേക്ക് ജോലിക്ക് വന്നതിന് ശേഷം ചില അനിഷ്ട സംഭവങ്ങൾ നടന്നു. വൈജയന്തിയും നീയും ബബിതയും എല്ലാവരും അവളോട് ശത്രുത കാണിച്ചു. അവൾക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദ്രോഹ പ്രവർത്തികൾ ചെയ്തു. ഓരോ ദിവസവും നിങ്ങൾ ചെയ്തു തുടങ്ങി. കൊല്ലപ്പള്ളിയിലെ ശിവേട്ടന്റെ മകൻ ഹരിയും അതിലേക്ക് പങ്കുചേർന്നു. അലീനയ്ക്കു നേരെ ചില നുണകളും പറഞ്ഞു തുടങ്ങി. അവളോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്നുദ്ദേശിച്ച് നീയും ഹരിയും കൂടെ അവൾക്കൊരു കെണി ഒരുക്കി. രാവിലെ കോളേജിൽ പോയ നീ ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലേക്ക് എത്തി. മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് ഹരിയും വന്നു ചേർന്നു. അലീന ജോസൽ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് അവളെ മാനഭംഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. ബാലചന്ദ്രൻ അത്രയൊക്കെ പറഞ്ഞപ്പോ രോഹിത്തിന്റെ മുഖം അങ്ങ് വല്ലാതെ മങ്ങി. ബാലചന്ദ്രൻ ആ സമയത്ത് പറയുവാണ്, ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. നീ ഇതൊക്കെ ആലോചിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോ എന്നെനിക്കറിയാം. പക്ഷെ നിന്നെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയല്ല ഞാനിപ്പോ ആ കാര്യം പറഞ്ഞത്. അലീന തന്നെത്താൻ കത്തിയെടുത്ത് വയറ്റിൽ കുത്തി കയറ്റി. അവൾ അങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ പ്ലാൻ അങ്ങ് പോയി. അലീന ഗുരുതരാവസ്ഥയിൽ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതേസമയം രോഹിത് പറയുവാണ്, അന്നത്തെ അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും ചെയ്തു പോയതാ. നീ അതൊക്കെ എന്തിനാ വീണ്ടും പറയുന്നേ എന്ന് രോഹിത് ചോദിക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, പഴയ കാര്യങ്ങൾ പറഞ്ഞത് നിന്നെ കുത്തി നോവിക്കാൻ വേണ്ടിയല്ല. പറയാൻ പോകുന്ന സംഗതിക്ക് ഈ കാര്യം ആവശ്യമാണ്. തുടർന്ന് ബാലചന്ദ്രൻ അവനെ ആശ്വസിപ്പിക്കുകയാണ്. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അലീന തിരിച്ചെത്തിയതിനു ശേഷം നീയും വൈജയന്തിയും എല്ലാം ഒരുതരം പ്രതികാര മനസ്സോടുകൂടിയാണ് അവളോട് പെരുമാറിയത്. ഇതിൽ മനനൊന്ത് അലീന ആ വീട്ടിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ശ്രമിച്ചു. അവളുടെ ആ സങ്കടങ്ങൾ വിവരിച്ചുകൊണ്ട് അവൾ രേവതിക്കുട്ടിക്ക് ഒരു കത്തെഴുതി. മറ്റാരും അറിയാൻ പാടില്ലാത്ത ചില സ്വകാര്യതകൾ അവൾ ആ കത്തിൽ എഴുതിയിരുന്നു. അവൾ രജിസ്റ്റേർഡ് പോസ്റ്റിലാണ് അത് അയച്ചത്. ആ സമയം രേവതിക്കുട്ടിയും മാമച്ചനും ഒരു ടൂറിലായതുകൊണ്ട് കത്ത് കൈപ്പറ്റാൻ കഴിഞ്ഞു. റീഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ എത്തി. ദിവസം മഴയത്ത് ജുവലറിയിലേക്ക് പോകാൻ ഇറങ്ങിയ എന്റെ കൈകളിലേക്ക് പോസ്റ്റ്മാൻ തന്ന കത്തുകളിൽ അലീനയുടെ മടങ്ങിയെത്തിയ ആ കത്തുമുണ്ടായി. ജുവലറിയിൽ വെച്ച് തന്നെ ഞാനത് പൊട്ടിച്ചു നോക്കി. അങ്ങനെയാണ് ഞാനും ഹരിയും നടത്തിയ പ്ലാനിനെ കുറിച്ച് അച്ഛൻ അറിഞ്ഞത് അല്ലേ എന്ന് രോഹിത് ചോദിച്ചു. അലീനെ അതിനെപ്പറ്റിയെല്ലാം വിസ്തരിച്ച് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയും വിചാരിച്ചത് അലീന ചേച്ചി എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞു എന്നായിരുന്നു. അതേസമയം ബാലചന്ദ്രൻ പറയുവാണ്, അവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ രോഹിത്തെ. അവളെ എത്രയൊക്കെ നോവിച്ചിട്ട് അവളൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. എവിടെ നിൽക്കട്ടെ, എനിക്ക് പറയാനുള്ള വിഷയം അതല്ല. നീ ഹരിയും കൂടെ നടത്തിയ ഗൂഢാലോചന അതിനേക്കാൾ നടുക്കിയ മറ്റൊരു കാര്യം അതിലുണ്ടായിരുന്നു. ബാലചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ ജീവിതം അന്നേ വരെ എത്തിപ്പിടിച്ചതും സ്വന്തമാക്കിയതും സകല നേട്ടങ്ങളും എല്ലാം നിമിഷം കൊണ്ട് തന്നെ തരിപ്പണമായി. ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോ ചോദിക്കുവാണ്, എന്തായിരുന്നു അച്ഛാ അലീന ചേച്ചി ആ കത്തിൽ എഴുതിയിരുന്നത്? ഇത് പറയാം. ഞാൻ അറിഞ്ഞതിന് ഒരു സ്ഥിരീകരണം വേണമായി. ആരോടും ഒന്നും പറയാതെ തന്നെ ഞാൻ അന്ന് തന്നെ നീലഗിരിയിലേക്ക് ഗംഗേട്ടനെ കണ്ടു. അദ്ദേഹമാണ് ഞാനും വൈജയന്തിയും തമ്മിലുള്ള വിവാഹം നടത്തുവാൻ കൂടുതൽ താല്പര്യം കാണിച്ച വ്യക്തി. ഗംഗേട്ടനോട് എനിക്ക് ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മ ജയന്തി വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്ന്. ബാലചന്ദ്രന്റെ ആ വാക്കുകൾ കേട്ട് രോഹിത് അക്ഷരാർത്ഥത്തിൽ തന്നെ നടുങ്ങിപ്പോയി. വീണ്ടും ചോദിക്കുവാണ്, അച്ഛൻ എന്ത് അസംബന്ധമാ ഈ പറയുന്നത്? ഗംഗേട്ടന് ഒഴിഞ്ഞു മാറുവാൻ തന്നെ ഒരു പഴുതും ഇല്ലായിരുന്നു. ഗംഗേട്ടൻ ആഗ്ര കന്റോൺമെന്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ജയന്തി കുറച്ചുനാൾ ഗംഗേട്ടന്റെ കൂടെ ആയിരുന്നു. അവിടെ താമസിച്ച് പഠിക്കുകയും ചെയ്തു. അവൾ പിന്നെ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുകയും ചെയ്തു. സമയത്ത് ഗംഗേട്ടന്റെ കൂടെ ജോലി ചെയ്തിരുന്ന സൈനിക ഓഫീസറുമായി വൈജയന്തി അടുപ്പത്തിലാവുകയും ചെയ്തു. ഡൽഹിയിലെ മിലിറ്ററി ക്വാർട്ടേഴ്സിൽ ഗംഗേട്ടൻ ട്രാൻസ്ഫർ ആയി പോയപ്പോ വൈജയന്തി കുറെ ദിവസം ഈ പറഞ്ഞ വ്യക്തിയോട് താമസിച്ചിരുന്നു. അങ്ങനെ അവൾ ഗർഭിണിയായെന്ന കാര്യം ഗംഗേട്ടൻ എന്നോട് സമ്മതിച്ചു. ഈ കാര്യം കേട്ട് രോഹിത് സ്തംഭിച്ചു നിന്നു. രോഹിത്തിന് ഒന്നും തന്നെ പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി. അച്ഛന്റെ വായിൽ നിന്നും കേട്ട ആ രഹസ്യങ്ങൾ കേട്ട് ഒരു നിമിഷം രോഹിത് സ്തംഭിച്ചു നിന്നു. രോഹിത്തെ, ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിനക്ക് വിശ്വസിക്കാൻ കുറച്ചു പാടാണെന്ന് എനിക്കറിയാം. ആത്മഹത്യ ചെയ്യണോ ജീവൻ അവസാനിപ്പിക്കണം എന്ന ചിന്തയിൽ മാത്രമായിരുന്നു അന്നാളുകളിൽ നിന്റെ അച്ഛൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം
നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മറ്റൊരു സത്യം കൂടെയുണ്ട്. ഇത് നിന്നോട് ഞാൻ പറയാൻ പോവുകയാണ്. അന്ന് നെയ്യാറ്റിൻകരയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ അമ്മ പ്രസവിച്ച ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ മരിച്ചു പോയിരുന്നില്ല. ഇതിനെ നിന്റെ അമ്മയുടെ വീട്ടുകാർ ഒരു ഓർഫണേജിൽ ഉപേക്ഷിച്ചു. അച്ഛൻ ആരെന്നറിയാതെ, അമ്മ ആരെന്നറിയാതെ, കൂടപ്പിറപ്പുകൾ ആരാണെന്നറിയാതെ ആ പെൺകുഞ്ഞ് അവിടെ വളർന്നു. 23 വർഷക്കാലം. ആ കുഞ്ഞിന്റെ പേരാണ് മോനെ ലീന. എന്റെ അമ്മ പ്രസവിച്ച ആ മകൾ. നിമിഷം രോഹിത്തിന്റെ ശ്വാസം നിലച്ചതുപോലെയായി. അവന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ അടിമുടി മാറിപ്പോയി. ബാലചന്ദ്രൻ ഈ കാര്യം വീണ്ടും തുടർന്നു. വൈജയന്തിയാണ് തന്റെ സ്വന്തം അമ്മ എന്ന കാര്യം അറിഞ്ഞതിന് ശേഷമാണ് അവൾ ഈ വീട്ടിലേക്ക് ഒരു വീട്ടുജോലിക്കാരിയായി എത്തിയത്. ഈ അവളുടെ അനുജനാണെന്നും ഈ വീട്ടിലുള്ള കൃഷ്ണമോളും ബബിതയും അവളുടെ അനുജത്തിമാരാണെന്നും അവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അവൾ ഇത്രയധികം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി അവൾ പ്രാണം കളയാൻ വേണ്ടി സന്നദ്ധയാണ്. രോഹിത് ആ സമയം ശ്വാസം നിലച്ചതുപോലെ ഇരിക്കുവാണ്. ഒന്ന് തൊട്ടാൽ തന്നെ അവൾ പൂഴിമണ്ണ് പോലെ വീഴുമെന്ന് ബാലചന്ദ്രന് തോന്നി. പക്ഷെ വൈജയന്തിക്ക് അറിയില്ല വൈജയന്തിയുടെ മകളാണ് അലീന എന്ന അവൾ അന്ന് പ്രസവിച്ച ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നും ആ കുഞ്ഞ് ഓർഫണേജിൽ വളർന്നു വലുതായെന്നും അവൾക്കറിയത്തില്ല. ഈ സത്യങ്ങൾ ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം തന്നെ രോഹിത് വീണ്ടും ചോദിക്കുവാണ്, അച്ഛൻ ഒരു കാര്യം മാത്രം പറഞ്ഞില്ല. അലീന ചേച്ചി ഇപ്പൊ എവിടെയാണെന്നുള്ള സത്യം അച്ഛൻ എന്താ പറയാ? ഈ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, അന്ന് വൈജയന്തിയുടെ കൂടെ കഴിഞ്ഞ ആ വ്യക്തിയുടെ കുഞ്ഞാണല്ലോ അലീന. അതുകൊണ്ട് തന്നെ അവളെ അവളുടെ സ്വന്തം അച്ഛന്റെ അടുത്തേക്കാണ് കൊണ്ട് ഞാൻ വിട്ടത്. അവളെ പൊന്നുപോലെ, ഒരു രാജകുമാരിയെ പോലെ തന്നെ അദ്ദേഹം അവളെ നോക്കുന്നത്. വ്യക്തിയുടെ പേരാണ് സ്റ്റാൻലി ജോസഫ്. പിന്നെ ഒരു കാര്യം, അലീന വൈജയന്തിയുടെ മകളാണെന്ന് ഈ വീട്ടിലുള്ളവർ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ ഈ വീട്ടിലേക്കില്ല. അച്ഛൻ ഈ വീട്ടിൽ പിന്നെ കാണത്തില്ല. സത്യമെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ കാണത്തില്ല. അതിനുശേഷം അമ്മയുടെ ഭർത്താവായിട്ട് ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് സാധിക്കത്തില്ല. നിന്റെ അമ്മയും ഭാര്യ സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. ഞങ്ങൾ തമ്മിൽ പരസ്പരം ഈ കാര്യം അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരുമിച്ച് ജീവിക്കത്തില്ല. ലീന ചേച്ചി എവിടെയാണെന്നുള്ള സത്യം അച്ഛൻ ഇതുവരെയും പറഞ്ഞില്ല. വൈജയന്തി അന്ന് ഒന്നിച്ച് താമസിച്ചിരുന്ന ആ സൈനികനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ആ വ്യക്തി എവിടെയാണെന്നുള്ള കാര്യം രഹസ്യമായി തന്നെ കണ്ടുപിടിച്ചു. അതിനുശേഷം അയാളെ നേരിട്ട് കാണാൻ ഞാൻ പോയി. സ്റ്റാൻലി ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അലീനയുടെ അച്ഛൻ. ഞാൻ അവളെ സ്വന്തം അച്ഛന്റെ കയ്യിൽ തന്നെ അവളെ ഏൽപ്പിച്ചു. അവിടെ താമസിച്ചു കൊണ്ടാണ് അവൾ നിങ്ങളെ ഫോണിലേക്ക് വിളിക്കുന്നത്. രോഹിത് ആ സമയം ആശ്ചര്യത്തോടു കൂടി തന്നെ അച്ഛനെ നോക്കിയിരുന്നു. അമ്മ എന്നെങ്കിലും ഇത് അറിയണ്ടേ അച്ഛ? അമ്മ ഇത് അറിയണമെന്നാണ് നിന്റെ ആവശ്യമെങ്കിൽ എല്ലാവരോടും പറഞ്ഞോളൂ. വിധിയും കൃഷ്ണമുളയും കൊല്ലപ്പള്ളിക്കരയും നിനക്കറിയും. പക്ഷേ അച്ഛൻ നിങ്ങളോടൊപ്പം തുടരണമെങ്കിൽ വിവരം ആരും അറിയാൻ പാടില്ല. ഇഷ്ടമുള്ള തീരുമാനം നിനക്കെടുക്കും. ആരോടും പറയില്ല എന്നു നീ എനിക്ക് തന്ന വാക്ക് നിനക്ക് ലംഘിക്കാൻ ഒന്നും തന്നെ പറയാൻ കഴിയുന്നില്ല. അലീന ചേച്ചി നമ്മുടെ കൂടെ ഈ വീട്ടിലല്ലേ താമസിക്കേണ്ടത്, എന്നിട്ട് വേറെ എവിടെയോ കൊണ്ടുപോയി. സമയം ബാലചന്ദ്രൻ പറയുവാണ്, മോൻ എനിക്ക് നിന്നോടിനി ഒന്നും തന്നെ പറയാനില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും നിനക്കുണ്ട്. അതാണ് എന്റെ വിശ്വാസം. ഈ രാത്രി ശാന്തമായി തന്നെ പോയി ഉറങ്ങുക. നേരം വെളുക്കുമ്പോ നിനക്കൊരു ഉത്തരം കിട്ടിയിരിക്കും. ബാലചന്ദ്രൻ പതിയെ അവന്റെ തോളിൽ തട്ടിയിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ബാലചന്ദ്രൻ പോയതിനു ശേഷം രോഹിത് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടേയിരുന്നു. അവനൊന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, അവൻ ആ കാര്യം അറിഞ്ഞതിന് ശേഷം വളരെ ദയനീയമായി തന്നെ വിഷമം അവന് അടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബാലചന്ദ്രൻ പോയതിനു ശേഷം അവന്റെ വിഷമം അവനുള്ളിലൊതുങ്ങി. എന്നാൽ അവൻ ആ രാത്രിയിൽ ഉറങ്ങാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. അവന്റെ കണ്ണുകൾ രണ്ടും ചുവന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ലേറ്റായി എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുവാണ്. അതായത് ബാലചന്ദ്രൻ അവിടെ ഇരുന്ന് പത്രം വായിക്കും. ബാലചന്ദ്രൻ ഗുഡ് മോർണിംഗ് പറയുവാണ്. തലേ ദിവസം രാത്രിയിൽ സംസാരിച്ച കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് ബാലചന്ദ്രൻ രോഹിത്തിനോട് സംസാരിക്കും. അങ്ങനെ ഒരു നിമിഷം രോഹിത് ബാലചന്ദ്രനെ തന്നെ നോക്കി നിൽക്കുവാണ്. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.